ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്താ നിനക്ക് വിശ്വാസം ഇല്ലാത്തത്? അമൃത എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അവളുടെ മേൽ കുറ്റം ആരോപിക്കുന്നത്? നീ തന്നെ എടുത്ത് കഴിച്ചു കാണും. അമൃത അത് ഓർക്കാതെ എടുത്തൂടെ? അതിനെന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? മധുമതി, ഒരു ഏറ്റുമുട്ടലിന് ഞാനില്ല. അമൃത നുണ പറയില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ എന്തിനാ അവളുടെ പേരിൽ ഒരു ആരോപണം? തെറ്റ് ചെയ്യാത്തവരൊന്നും ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. അമൃത തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാവോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അമൃത ഇതിൽ കുറ്റക്കാരി അല്ല. പിന്നെ ആരാ മാമ്പഴം എടുത്തത്? അതെനിക്കറിയണം. അമൃത എടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. എടുത്തു കൂടുന്നില്ലല്ലോ. മതി, ഇനി അമൃതയെ കുറിച്ച് ശബ്ദിക്കരുത്. എന്താ ശബ്ദിച്ച? എന്തിനാ എന്റെ മരുമകളുടെ മേൽ പഴിചാരുന്നത്? മധുമതി, നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എന്തിനാ എന്റെ മരുമകളുടെ ചുമലിൽ കയറുന്നത്? അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ അമൃത തെറ്റ് ചെയ്യില്ലേ? ഓ, അത് നിന്റെ മരുമകളാണല്ലോ. തെറ്റെന്താണെന്ന് പോലും അറിയാത്ത ഒരു ചെല്ലപ്പിള്ള. മധുമതി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധാരണ നിന്റെയാ. നിന്റെ മകൾ തെറ്റ് ചെയ്യില്ലെന്നുള്ള ധാരണ. നിനക്കെപ്പോഴും വർഷയുടെ മേൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. നീ നിന്റെ മരുമകളുടെ കാര്യം മാത്രം അന്വേഷിച്ചാ മതി. വല്യമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാമ്പഴം എടുത്തത് ഞാനാണ്. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? വർഷിച്ച് പറഞ്ഞതുപോലെ ഞാനാ അഭിഷേകിന് വെച്ചിരുന്ന മാമ്പഴം എടുത്തത്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇല്ലമ്മേ, ഞാനാ തെറ്റ് ചെയ്തത്. നീ എന്തുകൊണ്ട് ഇത് നേരത്തെ എന്നോട് പറഞ്ഞില്ല? എന്തിനത് എടുത്തു? എന്തിനാണ് അത്? പിന്നെ മോഷണം. നീ ഇപ്പൊ അതും പഠിച്ചു അല്ലേ? നീ എന്റെ മരുമകളല്ല.